ഇനി അടുത്ത സെക്ഷൻ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളതുമായിട്ടുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് പ്രിപ്പോസിഷൻസ് ആണ്. അതായത് ഒരു ഇതാണോ അതാണോ എന്നൊരു സംശയം ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് വേർഡ്സാണ് പറയാൻ പോകുന്നത്. സോ the child was unwilling to part dash its toys. The husband has decided to part dash his wife. സാധാരണ പരീക്ഷയ്ക്ക് 4 ഓപ്ഷനാണ്. ഞാൻ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി 2 ഓപ്ഷൻ ഉണ്ട്, വിത്തും ഉണ്ട്, ഫ്രം ഉണ്ട്. അതിന് വേറൊരു കാര്യം കൂടെ പറയാം. The child was unwilling to part its toys എന്ന് പറഞ്ഞാൽ സംശയം ഉണ്ടാകും. ചൈൽഡ് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ചൈൽഡ് പിന്നെ ബേബി തുടങ്ങിയ സംഭവം വരുമ്പോൾ നമ്മളോട് ഇറ്റ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം ചൈൽഡ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആണാണോ പെണ്ണാണോ അറിയാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. ബേബിയാണോ നിങ്ങൾക്ക് ആണാണോ പെണ്ണാണോ അറിയാൻ പറ്റും? പറ്റത്തില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് ഇവിടെ വരേണ്ട എന്താണ്, അതിൻ്റെ പൊസസീവ് ഫോമാറ്റ് ഉപയോഗിക്കേണ്ടത് ഇറ്റ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. ആൺകുട്ടിയായിരുന്നെങ്കിൽ ഹിസ് ഒരു വരും, ബോയ് എന്നാലും നമുക്ക് ഇടത്ത് ഉപയോഗിക്കാൻ റീസ് എന്ന് പറയാം, നമുക്ക് അറിയാൻ പറ്റുമല്ലോ. പെൺകൊച്ചായിരുന്നെങ്കിൽ ഹെറന്ന് വരും. അതാ ഇവിടുത്തെ റീസൺ ഇറ്റ്സ് ഒന്നും അറിയാം. നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, പല ആൾക്കാർക്ക് സംശയം ഉണ്ടാവും എന്തുകൊണ്ട് ഇറ്റ്സ് ഒന്ന് സംശയം ഉണ്ടാകുമായിരിക്കാം. ഓക്കെ, ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, അവിടെയാണല്ലേ ഹസ്ബൻഡ് ആണല്ലേ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചോദിച്ചാൽ ഹിസ് എന്ന് പറഞ്ഞത്. പൊസസീവ് ഹിസ് അല്ലേ, അങ്ങനെ കാര്യം. ശരി, ഇവിടെ നിങ്ങളുടെ കാര്യം പറയുന്നത് ഇവിടെ 2 പാർട്ടുള്ള 2 ക്വസ്റ്റ്യൻ അല്ലേ. പാർട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. പാർട്ട് വിത്ത് എ തിങ്. എന്താണ് പാർട്ട് വിത്ത് എ തിങ്? അടുത്ത് പാർട്ട് ഫ്രം എ പേഴ്സൺ. പാർട്ട് വിത്ത് എ തിങ്, പാർട്ട് ഫ്രം എ പേഴ്സൺ. ഒന്ന് പറഞ്ഞേ, പാർട്ട് വിത്ത് എ തിങ്, പാർട്ട് ഫ്രം എ പേഴ്സൺ. ഒന്നുകൂടി, പാർട്ട് വിത്ത് എ തിങ്, പാർട്ട് ഫ്രം പേഴ്സൺ. അതായത് പാർട്ട് കഴിഞ്ഞ് ഡാഷ് കഴിഞ്ഞ് ഒരു സാധനമാണെങ്കിൽ എന്തുപയോഗിക്കുന്നു? വിത്ത് ഉപയോഗിക്കുന്നു. പാർട്ട് കഴിഞ്ഞ് ഡാഷ് കഴിഞ്ഞ് ഒരു ആണെങ്കിൽ എന്ത് ഉപയോഗിക്കുന്നു? ഫ്രം ഉപയോഗിക്കുന്നു.